ഹേ ഗൈസ്, ഞാൻ സാഹസ്യമായിട്ട് വെച്ച വെള്ളം ഇതാണ്. ഗ്യാസ് കയറുന്നോണ്ട് ഭയങ്കര മെനക്കേടാണ്. ഇത് വലിയ മെനക്കേടൊന്നും ഇല്ല, അമ്മയ്ക്കൊക്കെ ശീലമായി. പക്ഷെ എനിക്കിത് ഞാൻ തീ കത്തിച്ചാൽ പെട്ടെന്ന് തീ കത്തത്തില്ല, ഭയങ്കര ലാഗാ. ഞാൻ കത്തിച്ച തീ കത്താൻ ഇതിപ്പം കത്തിയിട്ട് ഞാൻ വരെ ചൂട്ടില്ല, നമ്മുടെ ചൂട്ടെടുത്ത് വെച്ച ഇതിപ്പോൾ കത്തിയിട്ട് അതുപോലെ അങ്ങ് തീരുവേ. അങ്ങനെ തീ കടലക്കറി വാഴക്ക മെഴുക്കോട്ടി വാഴക്ക തോരണം കടലക്കറി ഉണ്ട്. പിന്നെ എന്നൊരു വിശേഷം, ഇവിടെ ഇപ്പം ഫെബ്രുവരി മാസം ഇപ്പം ഫെബ്രുവരി മാസം പോലും അറിയത്തില്ല. ഫെബ്രുവരി ആയിട്ടും തണുപ്പിന് കുറവില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ രാത്രിയിൽ തണുപ്പുണ്ട്. തണുപ്പിൻ്റെ ഞാൻ തോന്നേണ്ടതുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ പൊരി മൂക്കിൻ്റെ ഭാഗത്ത് മാത്രം പൊരിഞ്ഞൊന്നും അറിയത്തില്ല. രാവിലെ എഴുന്നേറ്റിട്ട് ഉറക്കത്തിൽ എൻ്റെ ഒന്ന് കാപ്പി വന്നിട്ടില്ല. നിങ്ങൾക്കൊക്കെ രാവിലെ എഴുന്നേറ്റ കാപ്പി അല്ലെങ്കിൽ തേവളം കുടിക്കണോ എന്നൊരു നിർബന്ധമുണ്ട്. അതായത് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാലേ പെട്ടെന്ന്. എനിക്കങ്ങനെ ഉണ്ട്. എനിക്ക് എന്തെങ്കിലും കാപ്പിയോ അല്ലെങ്കിൽ തേവളോ അല്ലെങ്കിൽ ചായയോ ഞാൻ മൂന്നും കുടിക്കും. അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് അങ്ങോട്ടൊരു നാക്കിനെ രുചി കത്തില്ല, നാക്കിനെ പേസിരിക്കുന്ന ഫീല. നിങ്ങൾക്ക് അത്രയും ഉണ്ടോ? ആകാശമുണ്ട്, അനിയൻ. അവൻ ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടി, ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടി കടയിൽ പോയിട്ടുണ്ട്. ഞാൻ വ്ളോഗ് എടുക്കുന്ന കണ്ടിട്ട് അവൻ പറഞ്ഞു അവന് യൂട്യൂബ് ചാനൽ വേണം, വ്ളോഗ് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോണും എടുത്ത് വ്ളോഗ് എടുത്തിട്ട് പോയി. ആയിട്ടാണ് അമ്മ എനിക്ക് നമ്മൾ സംഭവമല്ല. ഞാനെന്തോ വലിയ യൂട്യൂബറൊന്നും വലിയ സംഭവമല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു അതൊക്കെ എങ്ങനെയാണ് ഉദ്ദേശിക്കുക, നമുക്കെല്ലാം പ്ലസ്സാണല്ലോ. ചെയ്യില്ല, പക്ഷെ നമ്മൾ ഉപദേശിക്കും. അതുപോലെ എനിക്കും പറ്റും. ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാനൊന്നും ഉപദേശിക്കും ആൾക്കാരെ, അത്രേ ഉള്ളൂ. മറ്റേ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചില്ലേ, ഓ യാ അതൊക്കെ ചേച്ചിട്ട് അല്ല ഇത് എത്ര ഉള്ള വെച്ചാലോ ഓ യാ രസാ. ഇപ്പം എനിക്ക് തോന്നുന്നു ചില സമയത്തേക്ക് ഒറ്റയ്ക്ക് ഓവർ തിങ്ക് ചെയ്യും ഭയങ്കരമായിട്ട് ലൈഫിൽ. എങ്ങും എത്താത്തത് കൊണ്ടോ ജോലി കിട്ടാത്തത് കൊണ്ടോ അറിയത്തില്ല. നിങ്ങളുടെ ഓവർ ഇങ്ങനെ പറ്റും. കുറച്ച് സജഷൻ പറഞ്ഞു, സജഷൻ പറഞ്ഞ എനിക്ക് എങ്ങനെ ഓവർ തിങ്ക് മാറ്റും, എങ്ങനെ പ്രൊഡക്റ്റീവായിട്ടിരിക്കാം എന്നൊക്കെ. ഞാൻ ഈ വർഷം ജിമ്മിൽ പോകണം വിചാരിച്ചതാണ്. വയറൊക്കെ ചാടി താഴെ എത്തിയേ, ജിമ്മിൽ പോകണം വിചാരിച്ച്. പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എനിക്ക് എന്താ സ്വന്തമായിട്ട് കുറേ പണികളൊക്കെ പിടിച്ചിട്ടുണ്ട്. അതെന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ മാറുമായിരിക്കും പ്രായം കൊടുക്കും. പിന്നെ പ്രായം കൂടി പോകുന്നു, മാറട്ടെ. വേറെ സന്തോഷത്തെന്ന് വെച്ചാൽ ഈ വർഷം ഫെബ്രുവരി ലാസ്റ്റും പിന്നെ നവംബർ ആദ്യമായിട്ട് നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ്. അമ്പലത്തിൽ ഉത്സവം. അതിന് കാളയെ ഇറക്കുന്നുണ്ട്. കാള ഇറക്കണമെന്ന് വെച്ചാൽ കെട്ടുകാള അറിയാമല്ലോ, ഞാൻ വീഡിയോക്കകത്ത് കാണിച്ചു തരാം. കഴിഞ്ഞ ഒരു വർഷം മുന്നേ നമ്മൾ ചേട്ടന്മാരും കുറച്ച് അനിയന്മാരെല്ലാം വെച്ചിട്ട് സ്വന്തമായിട്ട് കാള ഉണ്ടാക്കി. അതും തോളത്തെടുത്ത് നമ്മൾ വീട്ടിൽ കാണും. കഴിഞ്ഞ ഞാൻ തോളത്ത് എൻ്റെ തോളിൻ്റെ ഉപ്പ് കളയും ആ കാളെ കൊണ്ടുവരുന്നത്. അപ്പം ഇത്തവണ നമ്മൾ ആ കാളെ പിന്നെ ഇറക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു തരാം. ഞാൻ ഉദ്ദേശിക്കുന്ന കെട്ടുകാഴ്ച ഉത്സവം എന്ന് വെച്ചിട്ട് വലിയൊരു സീരീസ് പോലെ ഇറക്കാതെ, പക്ഷെ ദൈവം സഹായിച്ച് ഫോണില്ല, പോട്ടെ ക്യാമറയില്ല. പിന്നെ ക്ലാരിറ്റി കുറഞ്ഞ വീഡിയോസ് കാണാൻ ആദ്യമുള്ളൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് നല്ലതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യില്ല ഞാൻ. എനിക്ക് അങ്ങനെ മറ്റേ സബ്സ്ക്രൈബ് ചെയ്തു അങ്ങനെ എന്തോ എനിക്കൊരു എനിക്ക് ആ സാധനം ഇങ്ങനെ വരുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യൂ പക്ഷെ നിങ്ങൾ ചെയ്യണം. ചെയ്താൽ എനിക്കൊരു സപ്പോർട്ട് കിട്ടും. ആകാശം വന്നു, ആകാശം 2 ബിസ്ക്കറ്റ് വാങ്ങിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങളെപ്പോഴും ചായ കഴിക്കാൻ ബിസ്ക്കറ്റ് വേണം. ആകാശം ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ചായ തേയിലോളം ഇടാൻ കഴിക്കുന്നത് പാലില്ല. എന്റെ ആരാധകരോട് പറ, വ്ളോഗ് എടുത്തതിനെ പറ്റി 2 വാക്ക് പറ. വാ. ആകാശം മൂക്കൂത്തി ഇടുക, മൂക്കൂത്തി മാറി എടുക്കുക. നീ സ്വന്തമായിട്ട് വ്ളോഗ് എടുത്തപ്പോൾ എനിക്ക് കാണുന്നില്ല, എനിക്ക് കാണാൻ തോന്നുന്നില്ല. നമ്മൾ എടുത്ത് കാണിക്കുന്നു പറ. ഞാൻ ഇവരെടുത്ത് പറഞ്ഞു മൂക്കൂത്തി. ആകാശം എന്നെ കണ്ട അവന് മൂക്കൂത്തി കേട്ടോ.
അവൻ IT പഠിക്കുക, അവന് മൂക്കൂട്ടി. നീ പറ, നീ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങാൻ പോകും, വ്ളോഗ് തുടങ്ങാൻ പോകുക പറഞ്ഞിട്ട്. നിങ്ങൾ ബിസ്ക്കറ്റ് തന്നെ ഇപ്പം 12:30 അല്ലേ? 12 ഇപ്പൊ ചായ കൊടുക്കുന്നത്. ആകാശ കാരണം ഈ സമയം രാത്രി എനിക്ക് എടുത്ത് നോക്കാം. ഇത്ര രാത്രി വെയിൽ കൊണ്ടിരിക്കുമ്പോൾ എന്നെ കാണിച്ചോണ്ടിരിക്കും. ഞാൻ ഓർക്കത്തില്ല. എനിക്ക് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും എൻ്റെ എല്ലാമായ പ്രിയപ്പെട്ട ഒരാൾ തന്നൊരു ഗിഫ്റ്റാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് പെട്ടെന്ന് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷിക്കുന്ന കൂടെ തന്നെ ട്രൈപോഡിൽ വെക്കാൻ ക്യാമറയോ ഫോണോ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സങ്കടം വന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സങ്കടം മാറി. മുടിഞ്ഞ വെയില. ഭയങ്കര വെയില. ഞങ്ങൾ വെയിലും പിടിച്ച് പറഞ്ഞില്ലായിരുന്നു സപ്താഹത്തിന് പോകുന്നു. അപ്പം ഞങ്ങൾ സപ്താഹത്തിന് പോകുന്ന വിചാരിക്കുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനും മോനെ ആകാശം രാഹുലിനെ ഞാൻ മുമ്പ് വിളിച്ചിട്ട് പിന്നെ രാഹുൽ എൻ്റെ ഫോൺ എടുത്തില്ല. അവനെ വിളിക്കാനും ഒന്നുമില്ല. ആ ചുണ്ണി വരത്തില്ലായിരിക്കും. കഴിഞ്ഞ 2 ദിവസം പോകാൻ വിളിച്ചപ്പോൾ ആ ചുണ്ണി പറഞ്ഞ് വയ്യ മടിയാന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ 3 ഒറ്റയ്ക്ക് പോകുന്നിരിക്കുന്നത്. ഭയങ്കര വെയിലാണ്. നാളെ മീൻ പിടിക്കാൻ പോയി അതേ വഴി അതേ ഫ്രെയിം. ഇതാ ഞങ്ങളുടെ പണ്ടത്തെ കലിങ്ങായിരുന്നു. ഇവിടെ തോട്ടിൽ പണ്ട് വെള്ളമൊക്കെ ഉണ്ട്, ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ്. നല്ല പോലെ നല്ല രസമല്ലേ ഞങ്ങളുടെ പത്തണ്ട കാണാൻ. കണ്ട് ഫുള്ള് പാടം. നല്ല ഭംഗിയില്ലേ? ഞങ്ങൾ തോട്ടിൻ്റെ വരമ്പിലൂടെ പോകുന്നത്. ഇവിടെ ഇതിൽ പോയി ഞങ്ങൾക്കങ്ങ് താഴെ വരപ്പാം. റോഡിൽ കൂടെ പോകാൻ ഞങ്ങൾക്ക് എളുപ്പം തോട്ടിൽ കൂടെ പോകുന്നത്. പത്തനംതിട്ടയുടെ കുറച്ചധികം ഭാഗത്ത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. എന്നുവെച്ചാൽ തോട്, ഇത് കണ്ടം, അറിയാമല്ലോ കണ്ടം. എല്ലായിടത്തും കണ്ടമെന്നായിരിക്കും പറയുന്നത്. കണ്ടം, ഇവിടെ കണ്ടമെന്നാണ് പറയുന്നത്. മറ്റേ വയൽ എന്നൊക്കെ പറയത്തില്ലേ അത്. ഇതിന് മറ്റേ ഈ കപ്പ നട്ടേക്കുന്ന ഭാഗമില്ലേ, ഇത് വാരം. അപ്പുറത്ത് ആ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെയൊക്കെയുള്ള ഭാഗം അത് പാത്തി. ഇവിടെ അങ്ങനെ പറയുന്നത്. അവന്മാരങ്ങ് പോയി. അത് മാടം. കണ്ടോ? ഓരോ കണ്ടത്തിൽ ഓരോരുത്തർക്ക് ഓരോ മാടം കാണും. ആൾക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടി, ആ കണ്ടത്തിൻ്റെ ഉടമസ്ഥർക്കൊക്കെ വിശ്രമിക്കാൻ വേണ്ടി, പണിക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടി മാടം കിട്ടും. ഒരാളെ കാണിച്ചു തരാം. ഗിരിജമ്മക്ക് എന്താ പറയാനുള്ളത്? ഇത് ഗിരിജമ്മ, ഇത് മണിയമ്മ. ഗിരിജമ്മക്ക് എന്താ പറയാനുള്ളത്? ആരുമല്ല, ഞാൻ തന്നെ യൂട്യൂബിലിടാനോ. സെൽഫി അല്ല, വീഡിയോ. യൂട്യൂബ് ഇട്ടേക്കാം കേട്ടോ. ഞാൻ ഇടും. വീട്ടിൽ നാട്ടുകാരെ മൊത്തം കാണി സപ്തം കാണിക്കാൻ പോകുന്നത്. തോണ്ട് അവിടെ സപ്തം നടക്കുന്ന അമ്പലം. സഭാകമ്പം കാരണം മിക്കവാറും ഞാൻ വ്ളോഗ് അധികം എടുക്കാൻ ചാൻസ് ഇല്ല. കാരണം സ്കൂൾ പിള്ളേരെ മൊത്തം അവിടെ. ഗൈസ്, ഞങ്ങൾ സപ്താഹം കഴിച്ചു. വയറ് നിറഞ്ഞു. കാരണം വെച്ചേ അവിടെ മൊത്തം സ്കൂൾ പിള്ളേർ കഴിഞ്ഞ് നിന്നപ്പോൾ ഇതിന് കേൾക്കാൻ പറ്റുന്ന അറിയത്തില്ല. കാരണം ഇവിടെ പാട്ടിട്ടുണ്ട്. ഇവിടെ അമ്പലത്തിൽ ചിലവും പറയാം. അവിടെ മൊത്തം സ്കൂൾ പിള്ളേർ. അവിടെ വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ അവരെ കൂടെ മാനിക്കണമല്ലോ. ആണ് ക്യാമറ ഓഫാക്കിയ വായിട്ട് അയച്ചോണ്ടിരിക്കും. ക്യാമറ ഓൺ ആകുന്നത് വിമിഷ്ടം. സപ്താഹത്തിനൊക്കെ പോയിട്ട് എന്തോ തോന്നിയിരുന്നു ഇന്നത്തെ ഒരു ദിവസം. ക്ലാസ് ഉണ്ട്. ആശാൻ ക്ലാസ്സിൽ പോയില്ല കേട്ടോ. തലവേദന അതുകൊണ്ട് പഠിച്ചത്. രാവിലെ 8 പോയി പറഞ്ഞ് തലവേദന കൊണ്ട് പിന്നെയും കിടന്നു. പക്ഷെ ഫോൺ നോക്കുന്നുണ്ട്. ഫുൾ ടൈം ഫോണിൽ പോയിരുന്നുണ്ട്. രാത്രി കിടന്ന് ഉറങ്ങുന്നില്ല. പക്ഷെ ആശാൻ തലവേദന IT പോകത്തില്ല. സപ്താഹം കഴിച്ച് വേറെ പറഞ്ഞിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോവാം. ഇതിനെ പറ്റി വേറെ പണിയൊന്നുമില്ല. ചിലപ്പം നമുക്ക് മൊത്തം ഫേസ് പാക്ക് ഇട്ടാലോ. മടി. ഞങ്ങളെനിക്ക് കിടന്ന് ഇവൻ തലമുടി ഇങ്ങനെ നീട്ടി വളർത്താൻ പോകുന്ന പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എന്നിട്ട് ഇനി കിടന്നുറങ്ങും. കഴിച്ചതിൻ്റെ തത്തമ്മ വന്നായിരുന്നു വിളിക്കുന്നു. ഇവിടെ തത്തമ്മ വരും. കണ്ടത്തിൽ തത്തമ്മ വരുന്നു. അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. അവളൊന്നിങ്ങനെ അലച്ചോണ്ടിരിക്കും. നമ്മളെ വിളിച്ചോണ്ടിരിക്കും. സംസാരം കേൾക്കുന്നുണ്ട്. ഞങ്ങളെ പിന്നെയും കിടന്നുറങ്ങാൻ പോയി. ഇനി പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല.
ഇതുപോലൊക്കെ ഇനിയും ചെറിയ 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 കാര്യങ്ങളോട് ഞങ്ങൾ ഇനിയും ബ്ലോഗ് വന്നുകൊണ്ടിരിക്കും. അത് വലിയ സംഭവം വലിയ കാര്യങ്ങളൊന്നും ആയിട്ട് കാണത്തില്ല. ചുമ്മാ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അത് പുതുമ കാണുമെന്ന് വെച്ചാൽ ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണത്തില്ലായിരിക്കാം. ഒരു സന്തോഷം. പക്ഷെ ഇനി അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം ലാസ്റ്റ് മുതൽ അടുത്ത മാസത്തേക്ക് കുറേ വ്ളോഗുകൾ വരും. കാരണം ഉത്സവങ്ങൾ വരുന്നുണ്ട്. 1, 2, 3 വലിയ ഉത്സവങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇടയ്ക്ക് നോക്കുന്നത് തത്തമ്മ നോക്കുന്നുണ്ട്, തത്തമ്മ വരുന്നുണ്ട്. അതൊന്നും നോക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഷെയർ ചെയ്തെല്ലാം എല്ലാവരും ഒന്ന് വീഡിയോ കാണുന്ന എല്ലാവരും നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് സഹായിച്ചാൽ നല്ലതായിരിക്കും. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വന്ന് ഇപ്പോൾ ഞാൻ വലിയൊരു യൂട്യൂബറാണ്. എനിക്ക് 225 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. എന്നെ കൊണ്ട് എനിക്ക് വെച്ചപ്പോൾ അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. 250 സംതിങ് എന്തൊക്കെ ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു മാസം കൊണ്ട് അത് കുറഞ്ഞു വന്നു. ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് മനസ്സിലാവുന്നില്ല. ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നതിനെ സബ്സ്ക്രൈബ് സഹായിച്ചാൽ നല്ലതായിരിക്കും അല്ലേ? അതെ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ഇനി അടുത്ത വീഡിയോ മിക്കവാറും നാളെ തന്നെ വരും. കണ്ടോ, നാളെ തന്നെ അടുത്ത വീഡിയോ വരും. ഞാൻ പിന്നെ ഇടും. ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഷോർട്സ് ഇടാൻ ശ്രമിക്കും. ഇനി ഇവിടെ തന്നെ ഞാനിങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കാം എന്നൊരു തീരുമാനത്തിലാണ്. 2025 വർഷം എവിടെയെങ്കിലും എത്തിത്തീരണമല്ലോ. എവിടെയെങ്കിലും എത്തുമായിരിക്കും ഞാൻ ജീവന്. അതുകൊണ്ട് ബൈ ഗൈസ്.